മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന ധർണാ സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ഹാരിത്ത് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, 2023-24 വർഷം തടഞ്ഞുവെച്ച ബജറ്റ് വിഹിതവും ട്രഷറിയിൽ നിന്നും തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തിയത്. തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണാ സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ഹാരിത്ത് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരെ ആളുകൾ അതായത് വാർഡ് മെമ്പർമാരുടെ അടുത്ത് ഞങ്ങളുടെ റോഡ് നന്നാക്കുന്നില്ല, അല്ലെ റോഡ് ലൈറ്റുകൾ തെളിയില്ല എന്ന് പരാതി പറയുമ്പോൾ കൈമലർത്തേണ്ട ഒരു അവസ്ഥ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഗവൺമെന്റാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത്. ഇത് ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കൊടുത്ത ഫണ്ട് സമയങ്ങളിൽ യഥാസമയം വിനിയോഗിക്കുവാനുള്ള അവസരങ്ങൾ ഇല്ലാതെ പോകുന്നു. ഇത് പല പഞ്ചായത്തുകളും സമയങ്ങളിൽ എ ഇല്ല, അല്ലെങ്കിൽ എക്സിമാരില്ല, ഓവർസിയർമാരില്ലാത്ത ഒട്ടേറെ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇത് ചെക്ക് മെഷീൻ നടത്തേണ്ട, ഒരു റോഡ് വർക്ക് നടത്തിയ ചെക്ക് മെഷീൻ നടത്തേണ്ട യഥാർത്ഥ ഉദ്യോഗസ്ഥന്മാരെ സമയത്ത് നിയമിക്കാത്തത് കൊണ്ട് അതാത് പ്രദേശങ്ങളിൽ വർക്ക് ചെയ്തവർക്ക് പോലും ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല. LUML ജില്ലാ വൈസ് പ്രസിഡന്റ് ഷഹന ജാഫറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA കരീം മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ വർഷവും കിട്ടേണ്ടുന്ന ഫണ്ട് യഥാസമയത്ത് ലഭിക്കുകയും അത് ചിലവഴിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 2928 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ ഗവൺമെന്റ് തരേണ്ട തുക. ആ തരേണ്ട തുക ഈ കാലമത്രയായിട്ടും 2023-24 സാമ്പത്തിക വർഷം അവസാനിപ്പിച്ച് 2024-25 കടന്നിട്ടും ആ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല. യോഗത്തിൽ സംഘടനാ ഭാരവാഹികളായ അസീസ് ഇല്ലിക്കൽ, ഷീജ നൌഷാദ്, സഫിയ ജബ്ബാർ, സാബിറ ജലീൽ, റസിയ കാസിം, ഷെമീന നസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.